ഒന്നര പതിറ്റാണ്ടിന്റെ ഇടവേളയ്ക്ക് ശേഷം രണ്ട് പ്രമുഖ ഹൈന്ദവ സമുദായ സംഘടനകൾ തമ്മിലുള്ള ഐക്യം യാഥാർത്ഥ്യമാകുമോ എന്ന് ഉറ്റുനോക്കുകയായിരുന്നു കേരള രാഷ്ട്രീയം ഒന്നാകെ. എന്നാൽ ഐക്യത്തിന്റെ കാഹളം SNDP മുഴക്കിയത് കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ് എന്ന തിരിച്ചറിവിൽ ഐക്യകാഹളം മുഴങ്ങി 9ാം നാൾ അതിന്റെ കടക്കൽ വെട്ടിയിരിക്കുകയാണ് നായർ സംഘടനയായ NSSഉം ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരും. കാലഘട്ടത്തിന്റെ ആവശ്യമാണ് എന്ന് സുകുമാരൻ നായരും വെള്ളാപ്പള്ളി നടേശനും ഏകസ്വരത്തിൽ അഭിപ്രായപ്പെട്ട ഐക്യനീക്കം തന്നെയാണ് ഇപ്പോൾ പാതിവഴിയിൽ മുടങ്ങിയിരിക്കുന്നത്. സമുദായ ഐക്യം പ്രായോഗികമല്ല എന്ന NSS ഡയറക്ടർ ബോർഡിന്റെ തീരുമാനം അറിയിച്ചുകൊണ്ട് SNDPയുമായുള്ള ഐക്യത്തിൽ നിന്ന് പിന്മാറുന്നതായി NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ തന്നെയാണ് പ്രഖ്യാപനം നടത്തിയത്. NDA പാളയത്തിലുള്ള മകൻ തുഷാറിനെ വെള്ളാപ്പള്ളി നടേശൻ ഐക്യത്തിനുള്ള ദൂതനാക്കിയതാണ് തിരിച്ചടിയായത്. NDA പാളയത്തിലുള്ള തുഷാറിന്റെ ദൂത് നൽകുന്ന രാഷ്ട്രീയ ലക്ഷ്യത്തിന്റെ സൂചന വ്യക്തമാണല്ലോ എന്നാണ് സുകുമാരൻ നായർ പറയുന്നത്. അങ്ങനെ ഐക്യകാഹളം മുഴങ്ങി 9ാം നാൾ തന്നെ ആ ചർച്ചയും അലസിപ്പിരിഞ്ഞിരിക്കുകയാണ്. സുകുമാരൻ നായരുടെ പ്രസ്താവന ഇങ്ങനെയൊക്കെയാണെങ്കിലും കണ്ണുകടിയാണോ എന്ന് സംശയിച്ചാലും നമുക്ക് തെറ്റു പറയാൻ ഒക്കില്ല. കാരണം വെള്ളാപ്പള്ളി നടേശന് മോദി സർക്കാർ പത്മവിഭൂഷൺ പ്രഖ്യാപിച്ച് ഒരു ദിവസം തികയും മുൻപാണ് സുകുമാരൻ നായർ ഈ ഐക്യത്തിൽ നിന്ന് പിന്മാറിയിരിക്കുന്നത്. വലിയ ട്രോളുകൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്നുണ്ട്. കണ്ണുകടിയാണ് എന്നാണ് പലരും പറയുന്നത്. പക്ഷേ നമുക്കങ്ങനെ ഒരു അഭിപ്രായമില്ല. ഇക്കഴിഞ്ഞ ജനുവരി 18-നാണ് സാമുദായിക ഐക്യത്തിന്റെ കാഹളം കേരളമെങ്ങും മുഴങ്ങിക്കേട്ടത്. സുകുമാരൻ നായരും വെള്ളാപ്പള്ളിയും ഒരേ സ്വരത്തിൽ സാമുദായിക ഐക്യം ആഹ്വാനം ചെയ്തു. ഭിന്നസ്വരമില്ലാതെ ഏകസ്വരത്തിൽ സാമുദായിക ഐക്യം കാലത്തിന്റെ ആവശ്യമെന്ന ഘനഗംഭീരമായ പ്രസ്താവനയ്ക്കും കേരളം സാക്ഷ്യം വഹിച്ചു. 2010 ശേഷം NSSഉം SNDPയും ഒന്നിക്കുന്നു എന്ന തരത്തിലുള്ള നരേറ്റീവുകളൊക്കെ എത്തി. സാമുദായിക ഐക്യം സംഭവിച്ചു എന്ന് തന്നെ എല്ലാവരും ഉറപ്പിച്ചിരുന്നതാണ്. അവർ SNDP വരട്ടെ എന്നും ചർച്ചയ്ക്ക് ശേഷം NSS ഡയറക്ടർ ബോർഡിലും കൂടി ചർച്ച ചെയ്ത് ഐക്യം തീരുമാനിക്കുമെന്നും സുകുമാരൻ നായർ പറഞ്ഞിരുന്നു. എന്നാൽ പിന്നീട് ഈ ഐക്യ നീക്കത്തിന് എന്ത് സംഭവിച്ചു? അതറിയണമെങ്കിൽ സാമുദായിക ഐക്യത്തിലൂടെ ലക്ഷ്യമിട്ട രാഷ്ട്രീയം കൂടി പരിശോധിക്കണം. തുഷാർ വെള്ളാപ്പള്ളിയാണ് ഐക്യത്തിന്റെ മുനയൊടിച്ചത് എന്ന് NSS പറയുന്നു. മകൻ തുഷാർ വെള്ളാപ്പള്ളിയെയാണ് നടേശൻ ഐക്യത്തിന്റെ ദൂതുമായി നിയോഗിച്ചിരുന്നത്. തുഷാറാകട്ടെ BDJS എന്ന പാർട്ടിയുമായി NDA പാളയത്തിലും. അത്തരത്തിലൊരാളുടെ ഇടനില ഈ ഐക്യത്തെ എവിടെ എത്തിക്കുമെന്ന് കണ്ടറിഞ്ഞാണ് പിന്മാറാൻ തീരുമാനിച്ചത് എന്ന് സുകുമാരൻ നായർ പറയുന്നു. തുഷാറിനെ ദൂതനാക്കിയുള്ള വെള്ളാപ്പള്ളിയുടെ ഐക്യ നീക്കത്തിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട് എന്ന് വ്യക്തമായതോടെയാണ് പിന്മാറ്റമെന്ന് NSS പറയുന്നു. അതും തുഷാർ എത്തിയാൽ മകനെ പോലെ സ്വീകരിക്കുമെന്ന് പറഞ്ഞ സുകുമാരൻ നായർ തന്നെ ഐക്യത്തിൽ നിന്ന് പിന്മാറുന്നതായുള്ള പ്രമേയവും അവതരിപ്പിച്ചു. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായ വ്യക്തി ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്നത് NSSന്റെ പ്രഖ്യാപിത നിലപാടുകൾക്ക് വിരുദ്ധമാണ് എന്ന വിലയിരുത്തലാണ് NSSന് ഉള്ളതത്രേ. സംഘപരിവാർ മുന്നണിയായ NDAയുടെ ഭാഗമാണ് തുഷാർ. അപ്പോൾ ഐക്യകാഹളത്തിന്റെ രാഷ്ട്രീയം വ്യക്തമല്ലേ എന്നാണ് സുകുമാരൻ നായരുടെ ചോദ്യം. സാമുദായിക ഐക്യത്തിൽ നിന്ന് പിന്മാറിക്കൊണ്ട് NSS എടുത്ത സുപ്രധാന നിലപാടുകൾ ഏറെ ശ്രദ്ധേയമാണ്. NDA മുന്നണിയിൽ പ്രമുഖ നേതാവായ തുഷാർ തെരഞ്ഞെടുപ്പ് കാലത്ത് സാമുദായിക ഐക്യദൂതുമായി എത്തുന്നതിന് പിന്നിലെ രാഷ്ട്രീയം വ്യക്തമാണ് എന്നതാണ് അതിലൊന്ന്. രാഷ്ട്രീയമായ ചായ്വുകൾ സംഘടനയുടെ സ്വതന്ത്ര നിലപാടിനെ ബാധിക്കുമെന്നും സമദൂരമെന്ന ആശയത്തിന് വെല്ലുവിളിയാണ് എന്നും NSS തിരിച്ചറിഞ്ഞിട്ടുണ്ട്. NSSന്റെ അടിസ്ഥാന മൂല്യങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് സമദൂരം. NSSന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും സമദൂര നിലപാടാണ് ഉള്ളതും. അതുകൊണ്ട് തന്നെ മറ്റെല്ലാ സമുദായങ്ങളോടും എന്ന വണ്ണം SNDPയോടും സൗഹാർദ്ദത്തിൽ വർത്തിക്കാനാണ് ആഗ്രഹമെന്നും NSS വ്യക്തമാക്കി. ഐക്യനീക്കത്തിന്റെ കാഹളം മുഴങ്ങിയ സമയത്ത് തന്നെയാണ് പ്രതിപക്ഷ നേതാവ് VD സതീഷിനെതിരെ രൂക്ഷ വിമർശനങ്ങൾ ഉയർന്നതും. NSSഉം SNDPയും ഒരുപോലെ സതീഷിനെതിരെ പടവാൾ ഉയർത്തി. ഇതോടെ കാലാകാലങ്ങളിൽ UDF അനുകൂല നിലപാടെടുത്ത NSS UDFിൽ നിന്ന് അകന്നു എന്ന പ്രതീതി വരെ ഉയർന്നു. നേരത്തെ തന്നെ ആഗോള അയ്യപ്പ സംഗമത്തിന് സർക്കാരും CPMഉം പിണറായി വിജയനും ഒരുക്കങ്ങൾ തുടങ്ങിയപ്പോൾ അതിന് പരസ്യമായി പിന്തുണ പ്രഖ്യാപിച്ച് സുകുമാരൻ നായർ CPMനോട് അടുക്കുന്നതായുള്ള സൂചനകൾ നൽകിയിരുന്നു. ശബരിമല സ്ത്രീ പ്രവേശന വിധിയുടെ സമയത്ത് സർക്കാരിനെതിരെ നാമജപ ഘോഷയാത്രയടക്കം നടത്തി പരസ്യമായി യുദ്ധപ്രഖ്യാപനം നടത്തിയ NSSന്റെ നിലപാട് മാറ്റം ഏവരെയും അമ്പരപ്പിക്കുകയും ചെയ്തു. ഇതെല്ലാം കണക്കിലെടുത്ത് NSS SNDP ഐക്യം CPMന്റെ കുതന്ത്രമാണ് എന്ന നിരീക്ഷണങ്ങൾ വരെയുണ്ടായി. മറുവശത്ത് കൃത്യമായ മുസ്ലിം വിമർശനമടക്കം നടത്തിയിട്ടും CPMഉം പിണറായി വിജയനും വെള്ളാപ്പള്ളി നടേശനെ ഒപ്പം ചേർത്ത് നടന്നു.
അതിന് CPM-നും കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യമുണ്ടായിരുന്നു. അകന്നുപോയ ഈഴവ വോട്ടുകൾ അടുപ്പിക്കുകയായിരുന്നു CPM-ന്റെ ലക്ഷ്യം. ലോക്സഭാ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ CPM-നും LDF-നും ഉണ്ടായ ഭീകര തിരിച്ചടിക്ക് പ്രധാന കാരണം ഈഴവ വോട്ടുകളിലുണ്ടായ ചോർച്ചയാണ് എന്നാണ് CPM വിലയിരുത്തുന്നത്. ഇതാണ് മുസ്ലിം വിരുദ്ധ പ്രസ്താവന നടത്തിയിട്ടും വെള്ളാപ്പള്ളിയെ ചേർത്തുപിടിക്കുന്ന സമീപനം മുഖ്യമന്ത്രിയും CPM-ഉം സ്വീകരിച്ചത്. ഈ അർത്ഥത്തിൽ സാമുദായിക ഐക്യത്തിൽ CPM-നും കണ്ണുണ്ടായിരുന്നുവെന്ന് കരുതണം. ഈ രാഷ്ട്രീയ ലക്ഷ്യങ്ങളെല്ലാമാണ് NSSന്റെ ഒറ്റ നിലപാടിലൂടെ തട്ടിത്തെറിച്ചു പോകുന്നത്.